ഈ വീഡിയോയുടെ മെയിൻ മോട്ടീവ് എന്ന് വെച്ചാൽ ടു ടോക്ക് അബൌട്ട് വാമ്പയേഴ്സ്. സോ ദീസ് വാമ്പയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ തന്നെയാണ്. സോ ഒരു മിത്തിക്കൽ ക്രീച്ചർ അല്ലേ, ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബ്ലഡ് കുടിക്കുന്ന ഒരു മിത്തിക്കൽ ക്രീച്ചർ ദാറ്റ് കംസ് ഔട്ട് ഓഫ് ദ ഗ്രേവ്. ഓക്കെ, ആ ഐഡിയ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് വളരെയധികം ഫാസിനേറ്റിംഗ് ആയിരുന്നു. സോ ഞാൻ പണ്ട് തൊട്ടേ ഒരു ഡ്രാക്കുള ഫാനാണ്. സോ ഈ ഡ്രാക്കുള എന്ന ബുക്കിൽ നിന്ന് നമ്മളിപ്പോൾ എത്രത്തോളം മുമ്പോട്ട് പോയി എന്നുള്ളത്, ഇപ്പോൾ ആൻഡ്രൈസിൻ്റെ ഇൻ്റർ വിത്ത് വാമ്പയർ എന്നുള്ള ബുക്ക്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വാമ്പയേഴ്സ്, ദ കൈൻഡ് ഓഫ് വാമ്പയേഴ്സ് ദാറ്റ് ഡു നോട്ട് ഡ്രിങ്ക് ബ്ലഡ് എന്നുള്ള ഐഡിയ, ഇപ്പോൾ ഒരു സൈക്കിക് എനർജി എടുത്ത് ജീവിക്കുന്ന കൈൻഡ് ഓഫ് വാമ്പയേഴ്സ്, ദോസ് കൈൻഡ് ഓഫ് വാമ്പയേഴ്സ് ഇൻ സ്റ്റീഫൻ കിങ്സ് ഡോക്ടർ സ്ലീപ്പ്. സോ അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വാമ്പയേഴ്സൊക്കെ ഇപ്പോൾ ബുക്സിലും അതോടൊപ്പം തന്നെ മൂവീസിലും ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ വായിക്കുന്നത് എപ്പോഴും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വാമ്പയർ ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാമ്പയേഴ്സിനെ എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഡ്രാക്കുളയിൽ മാത്രം അതിന് ലിമിറ്റ് ചെയ്യേണ്ടതല്ല, അതുപോലെ തന്നെ ട്വലൈറ്റിൽ നമ്മൾ അതിന് ലിമിറ്റ് ചെയ്യേണ്ടതല്ല. നമ്മൾ ഫസ്റ്റ് വാമ്പയർ നോവൽ തൊട്ട്, ഫസ്റ്റ് വാമ്പയർ നോവൽ ദ വാമ്പയർ, അവിടെ തൊട്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ വളരെയധികം പോപ്പുലറായ വേറെയും വാമ്പയർ നോവൽസ് ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അത്ര പോപ്പുലർ ആവണമെന്നില്ല, പക്ഷേ പണ്ട് തൊട്ടേ അതൊക്കെ പബ്ലിഷ് ചെയ്ത സമയത്ത് വളരെ പോപ്പുലറായ വാമ്പയർ നോവൽസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് എടുക്കുവാണെങ്കിൽ കാർമില, ലെഫാനുവിൻ്റെ കാർമിലയുണ്ട്. ദെൻ യു ഹാവ് ഐ ആം ലെജൻഡ്. ഐ ആം ലെജൻഡ് നിങ്ങൾക്കറിയാം, അത് വിൽ സ്മിത്തിൻ്റെ ഒരു മൂവിയായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നോവൽ കൂടിയാണ്. അതിനകത്തെ വാമ്പയേഴ്സിന് കുറച്ചുകൂടെ സോംബീസുമായിട്ടാണ് സിമിലാരിറ്റീസ് ഉള്ളെങ്കിൽ പോലും ബേസിക്കലി പറയുന്നുണ്ട് ദാറ്റ് ദേ ആർ വാമ്പയേഴ്സ്. നിങ്ങൾ വാമ്പയേഴ്സിനെ കുറിച്ചും സൂപ്പർ നാച്ചുറലിനെ കുറിച്ചും ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യേണ്ടാത്ത ഒരു ഓതറും കൂടിയാണ് ആൻഡ്രൈസ്. കുറച്ച് പുതിയ വാമ്പയർ നോവൽസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൻഡ്രൈസിൻ്റെ ഇൻ്റർവ്യൂ വിത്ത് വാമ്പയർ തന്നെയാണ്. സോ ഈ വർക്ക് ബേസിക്കലി വാമ്പയേഴ്സിനെ കുറിച്ചുള്ള ഐഡിയാസ് തന്നെ മാറ്റിമറിക്കുന്നതാണ്. അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് ലൂയിസ്, ലെസ്റ്റാറ്റ്, ക്ലോഡിയ ആൻഡ് അർമണ്ട്, ഈ പറയുന്നതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നിങ്ങൾ ഇതിൻ്റെ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് എളുപ്പമായിരിക്കും. ഇപ്പോൾ അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്യുന്നത് ടോം ക്രൂയിസും ബ്രാഡ് പിറ്റുമാണ്. അതോടൊപ്പം തന്നെ ആ സിനിമ ബേസിക്കലി ഒരു കൾട്ട് ക്ലാസിക് പോലെ തന്നെയാണ്. ഡെത്ത് ആൻഡ് ബറിയലിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്സൊക്കെ ഓൺലൈൻ അവൈലബിൾ ആണ്. നിങ്ങളെടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ വാമ്പയേഴ്സിനെ കുറിച്ചുള്ള കുറച്ചുകൂടെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു ഏൻഷ്യൻ വാമ്പയറിൻ്റെ ഇമേജ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമല്ല, നമ്മൾ വായിക്കുന്നതുമല്ല. ഇപ്പോൾ ഈ ലിറ്റററി വാമ്പയറിൽ നിന്ന് വളരെ പുറകോട്ടാണ് ഒരു ഏൻഷ്യൻ വാമ്പയറിൻ്റെ ഒരു ഇമേജ് വരുന്നത്. അത് പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഒരു ഇമേജ് അല്ല. നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ വാമ്പയർ എന്ന് പറയുമ്പോൾ മിനിമം ദാറ്റ് ഓഫ് കൗണ്ട് ഡ്രാക്കുള അല്ലേ, ഒരു പ്രഭുവിൻ്റെ ഡ്രാക്കുളയുടെ ഇമേജാണ് നമ്മൾ മിനിമം ഒരു വാമ്പയറിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കുറേ കൂടെ പുറകോട്ട് പോവുകയാണെങ്കിൽ ദ ഏൻഷ്യൻ വാമ്പയർ എന്ന് പറയുന്നത് അതിലും വളരെയധികം ഭീകരമായ ഒരു ഇമേജ് തന്നെയാണ്. So these are some of the most defining vampire novels.
ഇപ്പോൾ നിങ്ങൾ മൂവീസാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റിയ വർക്ക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വാമ്പയർ ജേണൽസ്, പിന്നെ വേറൊരെണ്ണം ബിസാൻഡിയം. രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേക്കാണ് അബൌട്ട് വാമ്പയേഴ്സ്.